എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ദേ കണ്ടോ 3-4 കാച്ചിലുകൾ ഇവിടെ വെച്ച് കഴിഞ്ഞു മുറിച്ച്. അവസാനത്താണ് ഇത്. വയലറ്റ് കളറിലുള്ള കാച്ചിലാണ്. ഇത് നല്ല ടേസ്റ്റുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയോട് പറഞ്ഞിട്ട് ഇത് വാങ്ങിച്ചതാണ്. ഇവിടെ 4-5 മൂട് വെച്ച് കഴിഞ്ഞു. ഇതാണ് കിളുത്ത് വരുന്ന ഭാഗം. അപ്പോൾ നമുക്കിങ്ങനെ വെക്കാം. അപ്പോൾ നമ്മുടെ കാച്ചിൽ ഇച്ചിരി ചാണകം വെക്കണമല്ലോ. ചാണകമാണ് ഇതിൻ്റെ ഏറ്റവും നല്ല വളം. അപ്പം അടുത്ത കൊല്ലം ഒരു 5 കിലോ ഉള്ള കാച്ചിലാണ്. 5 കിലോ അല്ല, ഒരു 10 കിലോ ആയിക്കോട്ടെ. ഇച്ചിരി കൂടെ ഇടണ്ടേ അവനെ? ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേന് പൊങ്ങി വന്നോളൂ. ഓ അടുത്തു. രാവിലെ ഞങ്ങൾ 8 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പം തന്നെ 10 മണിയായി. നല്ല വെയിലുണ്ട്. ഞങ്ങൾ നട്ടതാണ് ഈ കണ്ടില്ലേ, ഇത് മുഴുവനും കാച്ചിലാണ്. ഇത് ചുമന്ന കാച്ചിലും ഉണ്ട്, അത് സാധാരണ ഉള്ള വെള്ളക്കാച്ചിലും. ഇത് കണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ടത്തെ കിഴങ്ങെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നുമല്ല, ഇതിൻ്റെ ചെറുതായിരുന്നു. ഇതിപ്പോൾ പുതിയ സൈസാണ്. ഇതും എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. ഇങ്ങനെയുള്ള ഞങ്ങൾ 2, 4 ഇത് 5-മത്തെയായി വെക്കാൻ പോകുന്നത്. നേരത്തെയൊക്കെ ചെറിയ സൈസാണ്, അത് നമ്മൾ പൊളിച്ചെടുക്കുന്നത്. ഇത് അവർ വിത്തിന് വേണ്ടി വെച്ചിരുന്നതാണ്, എനിക്ക് ചോദിച്ചപ്പോൾ തന്നതാണ്. അപ്പോൾ ഇത്രയും മുള വന്നിട്ടുണ്ട് ഇതിന്. അപ്പോൾ ഇതും കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. ചാണകം ഇട്ടേക്കാം. ഏറ്റവും നല്ല വളമല്ലേ ഈ ചാണകം. ഇതിപ്പോൾ ഇനി ഇത്രയും പടർന്ന് പൊക്കോളും. അപ്പോൾ ഇത് 1, 2, 3, 4, 5 ഇത് ഇതേപോലുള്ള കിഴങ്ങുകളായിരുന്നു ഇതെല്ലാം. പണ്ടത്തെ കിഴങ്ങെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതി വണ്ണമേ ഉള്ളായിരുന്നു. ഇപ്പം ബഡായിരിക്കും ഇതൊക്കെ, ആർക്കറിയാം. ഈ ഈ കിഴങ്ങും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തതാണ്. ഈ കിഴങ്ങൊക്കെ ഇത്രയും വലിയ സൈസ്. അതുപോലെ ഈ കാച്ചിൽ, ഇത് വയലറ്റ് കളറിലെ കാച്ചിൽ, ഇത് ലിസി ചേച്ചിയും മാത്യു സാറും കൂടെ തന്നതാണ് എനിക്ക്. എല്ലാ തരവും കൃഷികളും അവിടെയുണ്ട്. ഈ ഇടയ്ക്ക് ഞാൻ അവിടെ ചെന്നപ്പം 25 കശുമാവാണ് അവിടെ തൈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അത് പറമ്പിൽ നടാനായിട്ടാണെന്ന് പറഞ്ഞു. അതുപോലെ എല്ലാ സൈസ് കൃഷികളും സാർ അവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ നല്ല പോലെ വിളവെടുക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ കാച്ചിലും ചേമ്പുമൊക്കെ ആയി.